ഈ വീഡിയോ നിങ്ങൾ സേവ് ആക്കി വെച്ചോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഇതിലേക്കായാലും ഇനിയിപ്പോൾ ഒരു പാർട്ടിയിലായാലും നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അൽഫാം ചിക്കൻ ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തി റൈസും ആണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് മസാല കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെപ്പർ പൗഡർ, 1/4 കപ്പ് തൈര്, പിന്നെ ലെമൺ ജ്യൂസ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് കൂടെ ചേർത്തിട്ട് നമ്മൾ വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിലേക്കുള്ള ഫസ്റ്റ് മാരിനേഷൻ ആണ് കേട്ടോ ഇത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ടൊരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് രണ്ടാമത്തെ മസാല തയ്യാറാക്കാം. കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, ഒരു കൈപ്പിടി ഫുള്ള് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ഒരു 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഇത്രയും നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് നമ്മുടെ ചിക്കനിലേക്ക് വീണ്ടും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു 2 മണിക്കൂർ നിങ്ങൾ എന്തായാലും അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചോ. ഇനി റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏത് ഓയിലാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു 2 മാഗി ക്യൂബ്, ഒരു ഡ്രൈ ലെമൺ, പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കുക. ഇനി അത് അവിടെ മാറ്റി വെക്കാം. നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. 1 മണിക്കൂർ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള ഇന്ത്യ ഗേറ്റ് ഗോൾഡ് റൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 1/4 ഭാഗത്തോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം പച്ചമുളക് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു സ്മോക്കും കൂടെ കൊടുക്കുക കേട്ടോ. ചാർക്കോളോ ചിരട്ടിയോ എന്തെങ്കിലും ഒന്ന് കത്തിച്ച് പുക കൊടുക്കുക. പിന്നെ കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കിട്ടും. എയർ എല്ലാം പോയതിനു ശേഷം നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇനി നമുക്ക് ചിക്കൻ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 200 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂറാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു അരമണിക്കൂർ ഒരു ഭാഗം, അരമണിക്കൂർ തിരിച്ചും വെച്ച് കൊടുക്കാം. നമ്മൾ അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പാനിലും തിരിച്ചും മറിച്ചും ഇത് ഇട്ടിട്ട് കുക്ക് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ജസ്റ്റ് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കുവേ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ള മന്തി റൈസും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് മൊത്തത്തിൽ നിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ് നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുക കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കണേ.